ഹായ് ഫ്രണ്ട്സ്, മലയാളം വ്യഞ്ജനാക്ഷരങ്ങളാണിത്. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ. ഈ അക്ഷരങ്ങളിൽ ക, ച, ട, ത, പ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ഈ അക്ഷരങ്ങൾക്ക് ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വന്നാൽ അഥവാ ഇവ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളിൽ ഇവയുടെ ഉച്ചാരണം ക, ച, ട, ത, പ ഇങ്ങനെ തന്നെയാണ്. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്നാൽ ഒരു വാക്കിൻ്റെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇവ സോഫ്റ്റ് ആയിട്ടാണ് ഉച്ചരിക്കുന്നത്, കട്ടിയില്ലാതെ ഉച്ചരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ഇവിടെ കട എന്നെഴുതുമ്പോൾ ക ഡ, ഇവിടെ കട എന്നെഴുതിയപ്പോൾ ക കൊണ്ടാണ് തുടങ്ങുന്നത്. ഇവയിൽ കയുടെ ഉച്ചാരണം ക എന്ന് തന്നെയാണ്. ഇനി പുക എന്നെഴുതുമ്പോൾ രണ്ടാമതാണ് ക വന്നത്. അപ്പോൾ പുക എന്നല്ല നമ്മൾ പറയുന്നത്, പുക എന്നാണ്. കട, പുക. അപ്പോൾ ഇവിടെ രണ്ടാമത് ക വന്നപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉച്ചരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ച, ട, ത, പ. ഈ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ വന്നാൽ ഇതുപോലെ കട്ടിയായിട്ടും രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിട്ട് വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടും ഉച്ചരിക്കും, കട്ടി കുറച്ച് ഉച്ചരിക്കും. നമുക്ക് ക എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നോക്കാം. അവയുടെ ഉച്ചാരണം നോക്കാം. കല, കട, കള, കറ, കഥ, കടൽ, കടല, കയർ, കടുക്, കക്ക, കച്ച, കപ്പ, കണ്ണ്, കണ്ണട, കലം, കളം. ഇവയിലൊക്കെ ഇതിൽ കക്ക എന്നതിൽ രണ്ടാമത് വന്നത് ക പ്ലസ് ക, രണ്ട് ക കൂടി ചേർന്നാണ് ക. അതിൻ്റെ ഉച്ചാരണം കട്ടിക്കൂട്ടി തന്നെയാണ്. ഇനി നമുക്ക് ഇതുപോലെ ക കൊണ്ട് തുടങ്ങാത്ത അഥവാ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ക വന്നിട്ടുള്ള വേർഡ്സ് നോക്കാം. അവയുടെ ഉച്ചാരണം നോക്കാം. ക, കായുടെ കട്ടി കുറച്ചിട്ടുള്ള ഉച്ചാരണം നോക്കാം. സോഫ്റ്റായിട്ട് ക ഉച്ചരിക്കുന്നത്. പുക, പക, തുക, വക, പകരം, ചകിരി, തുകൽ, മുകിൽ, മകരം, അകലം, വകുപ്പ്, സുഹൃതം. ഈ വാക്കുകളിലൊക്കെ ക എന്ന അക്ഷരത്തെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉച്ചരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ച എന്ന അക്ഷരത്തിൻ്റെ രണ്ട് തരം ഉച്ചാരണങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.